ഹലോ, ഇന്ന് ഞങ്ങൾ കൊട്ടേക്കാട് പള്ളിയിലേക്ക് പോവുകയാണ് കേട്ടോ. കൊട്ടേക്കാട് പള്ളിയിൽ നിന്ന് ഫാത്തിമാതാവിൻ്റെ തിരുനാളാണ്. പിന്നെ ആനത്തിരുനാളാണ്. ആനപ്പെരുന്നാൾ കുഞ്ഞുവിനൊന്ന് കാണിച്ചു കൊടുക്കണം. കാരണം കുഞ്ഞു ടി വിയിലും ഫോണിലും മാത്രമാണ് ആനേനെ കണ്ടിട്ടുള്ളൂ. ആനേനെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നേരിട്ടൊന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മളും കുറേ നാളായി പെരുന്നാളെ ലൈവായിട്ട് കണ്ടിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. ഞങ്ങൾ ഈവനിങ്ങിൽ ഇങ്ങനെ, അതായത് വല്ല പെരുന്നാൾ, ക്രിസ്മസ്, ഈസ്റ്റർ, ഓണം അങ്ങനത്തെ വിശേഷങ്ങൾക്കൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് ഇങ്ങനെ നടക്കാൻ പോകല് പതിവുണ്ട് കേട്ടോ. അതങ്ങനെ പണ്ട് മുതലേ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് രസമാണ്. അപ്പോൾ ആരെങ്കിലും വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരും. ഈ പള്ളിക്ക് കുറേ പ്രത്യേകതകളുണ്ട് പറയാൻ. കാരണം ഒന്ന്, ഇത് AD 1000-ലാണ് ഈ പള്ളി സ്ഥാപിക്കുന്നത്. അതിൽ അന്ന് കപ്പേളയായിരുന്നു, പിന്നീട് അത് പള്ളിയായി. പിന്നെ നമ്മളും ഈ ഇടവകക്കാർ തന്നെയായിരുന്നു കേട്ടോ. ഇടവക വലുതായപ്പം പിന്നെ കുറ്റൂർ പള്ളി പണിതു, അങ്ങനെ മാറിയതാണ്. 2 ദേശക്കാരായിട്ട് തിരിഞ്ഞിട്ടാണ് കേട്ടോ പെരുന്നാൾ നടത്തുക. ഒന്ന് കിഴക്കേ ദേശം, പിന്നെ പടിഞ്ഞാറ് ദേശം. അപ്പോൾ കിഴക്കേ ദേശത്തിൻ്റെ പ്രദക്ഷിണമാണെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കിഴക്ക് ദേശത്തിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ പ്രദക്ഷിണത്തിൻ്റെ അവസാനം 3 ആനകളാണ് ഒരു ദേശത്തിനുണ്ടാവുക. അതിൽ നടുവിലത്തെ ആന മാതാവിൻ്റെ തിടം എഴുന്നള്ളിച്ച് അങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് കേട്ടോ പടിഞ്ഞാറൻ ദേശത്തിനും 3 ആനകളാണ് ഉണ്ടാവുക. നടുവിലത്തെ ആന മാതാവിൻ്റെ തിടം എഴുന്നള്ളിച്ച് കൊണ്ടുവരും കേട്ടോ. ഇതൊക്കെ കാണാൻ എന്ത് രസമല്ലേ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങളിതൊന്ന് കാണുന്നത്. കുഞ്ഞിനെ കാണിച്ചു കൊടുത്തപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമായി. അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കൊട്ടും ആനയും ഒക്കെ ആൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ആൾക്ക് ക്രൗഡൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതിനിടയ്ക്ക് അവർ വെഞ്ചാമര വീശുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടുകൊണ്ട് മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കാണാൻ പറ്റിയതിൽ. അങ്ങനെ ആ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇനി ഇത് കഴിഞ്ഞ നേരെ അവർ ഗ്രൗണ്ടിലേക്കാണ് കേട്ടോ കയറുക. 6 ആനകളും നിരന്നങ്ങോട്ട് നിൽക്കും. കുറച്ച് ഇരുട്ടായപ്പോൾ നമ്മുടെ ലൈറ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പള്ളിയുടെ ലൈറ്റ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഇനി ആ 6 ആനകളും ഗ്രൗണ്ടിലേക്ക് കയറി നിരന്ന് നിൽക്കുന്നത് കുടമാറ്റത്തിനാണ്. അപ്പോൾ കുടമാറ്റം എനിക്ക് തോന്നുന്നു തൃശ്ശൂർ പൂരമായിട്ട് ഞാൻ പിന്നെ കേട്ടിരിക്കുന്നത് കൊട്ടേക്കാടാണ്. അപ്പോൾ നല്ല വെറൈറ്റി കുടകളൊക്കെ ആയിരുന്നു ഉയർന്നിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ ആനകൾ വന്ന് മാതാവിനെ വണങ്ങുന്നൊരു കാര്യമുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോയത്. പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. ഇതിൻ്റെ ഇടയിൽ മഴ പെയ്തു. കുടമാറ്റത്തിൻ്റെ ഇടയിൽ മഴ പെയ്തപ്പോൾ കുഞ്ഞുവിനെയും കൊണ്ട് ഇനി നിൽക്കേണ്ട റിസ്ക് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. കാണാൻ ആഗ്രഹിച്ച് വന്ന കാര്യം കാണാൻ പറ്റിയില്ല. എന്നാലും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ റിസ്ക് ആയിരിക്കും. ഇത് ആനകൾ മാതാവിനെ വണങ്ങിയതിന് ശേഷം തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കിട്ടിയത് എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇനി വരണം താല്പര്യമുള്ളവർ ഒക്ടോബർ 13 കഴിഞ്ഞ് വരണ ശനിയാഴ്ച ഞായറാഴ്ച പോകുന്ന കഴിഞ്ഞ് നമുക്ക് ഈ പെരുന്നാൾ കാണാൻ പറ്റുമേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.